ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് സെപ്റ്റംബർ 12th ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ. ഇന്നത്തേക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലവും. സോ ദിസ് ഡേ ഈസ് ആക്ച്വലി വെരി 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 സ്പെഷ്യൽ ഫോർ us. ആദ്യത്തെ 2 കൊല്ലവും ഏട്ടൻ ഇവിടെയും ഞാൻ നാട്ടിലുമായിരുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് വൺ ആനിവേഴ്സറി ടുഗദർ. സോ ഐ എം സൂപ്പർ ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷേ ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് അതുകൊണ്ട് അങ്ങനെ വലിയ സെലിബ്രേഷൻസും പ്ലാനിങ്ങും ഒന്നുമില്ല. വി ആർ പ്ലാൻ ടു കീപ് ഇറ്റ് ലൈക്ക് വെരി സിമ്പിൾ. ഏട്ടന് ഓൾറെഡി ജോലിക്ക് പോയി, എനിക്കും ഐ ഹാവ് ടു ലീവ് വിത്തിൻ ലൈക്ക് 1.5 hour. അപ്പോൾ അധികം സമയമൊന്നുമില്ല. ഞാൻ എൻ്റെ കുട്ടി കുട്ടി കാര്യങ്ങൾ ഇന്നത്തെ പ്ലാൻസ് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. സോ ദ ഫസ്റ്റ് തിങ്, എനിക്കൊരു കേക്ക് ഉണ്ടാക്കണം നല്ല അതിയായ മോഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേക്കിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചു. ഒരു ഡിസ്ക്ലെയിമർ പറയാം, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ബിക്കോസ് ഐ എം നോട്ട് ദറ്റ് സ്വീറ്റ് പേഴ്സൺ. എനിക്ക് ക്രീം കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. പ്ലം കേക്കൊക്കെ പിന്നെ ഇഷ്ടമാണ്. അപ്പം ഏട്ടനും ഏകദേശം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിന്. അപ്പം അതുകൊണ്ട് ഇന്നൊരു സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനാട്ടോ വിചാരിക്കുന്നത്. ഇവിടെ ഓവനിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റില്ല, അതിൽ ചൂടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വലിയ പാത്രത്തിൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇറക്കി വെച്ച് മൂടി വെച്ച് വേവിക്കില്ലേ, അങ്ങനെ ബേക്ക് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അത് സക്സസ് ആവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ട്രൈ ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കണം ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഐ ബൈ ലൈക്ക് ഫ്യൂ കുട്ടി കുട്ടി ഗിഫ്റ്റ് ഫോർ ഹിം. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് അവന് ഗിഫ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് മൈ പ്ലാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അങ്ങനെ ഇന്ന് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. ദിസ് ഇസ് ലൈക്ക് മോർ ലൈക്ക് അവർ നോർമൽ ഡേ ഇറ്റ് സെൽഫ്. പക്ഷെ ദിസ് ബീങ് എ സ്പെഷ്യൽ ഡേ, എനിക്ക് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് എല്ലാം കൂടി ഒന്ന് ഡോക്യുമെന്റ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ എം ടേക്കിംഗ് ദിസ് വ്ളോഗ്. ഓക്കെ, സോ നമുക്ക് ഇനി സമയമൊന്നും കളയാണ്ട് വേഗം പോയിട്ട് കേക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. എന്തോ എന്തോ കം ലെറ്റ്സ് സീ. സോ ഗൈസ്, ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്ന കേട്ടോ. ഇതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, പഞ്ചസാര, പാല്, ഉപ്പ്, മുട്ട, എണ്ണ ഇത്ര ഇട്ടേക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1/2 hour ആയിട്ടുണ്ട്. അപ്പോൾ സമയത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നാ കേട്ടോ. ഓൾറെഡി ഐ എം റണ്ണിങ് ലിറ്റിൽ ലേറ്റ് ടു ഓഫീസ്. എൻ്റെ ഫ്രണ്ട് ഇപ്പം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇറ്റ് 7:20 enough. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കേക്ക് ഏത് കോലത്തിൽ ഇരിക്കുന്നത് നോക്കുക. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഓഫീസിൽ പോകാം. ഓക്കെ, ഇതെന്തിങ്ങനെ ഇരിക്കണേ? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ ഗൈസ്, ഇത് വീർത്ത് നല്ല പഞ്ഞിക്കെട്ട് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ കണ്ടത് ഇതുപോലെയല്ല കേട്ടോ. ഇത്ര വീർത്തിട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും ഞാൻ നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് നോക്കുക. ഈ കേക്കിൻ്റെ തത്രപ്പാട് കാരണം ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. പക്ഷെ ഭാഗ്യത്തിന് ട്രാഫിക്കൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് സമയത്തിന് തന്നെ എത്തി. ഇന്ന് കുറച്ചധികം പണിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കയറിയപ്പാടെ തന്നെ ലോഗിൻ ചെയ്തിട്ട് ഞങ്ങൾ ഗ്രീൻ ടീ കുടിച്ചു. ചായക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി, ഫുൾ ഗ്രീൻ ടീ. എന്നിട്ട് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി മീറ്റ് മിസ്റ്റർ നിഹാൽ അബ്ദുൽ അസീസ്. ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ 3 പേരാട്ടോ. അല്ല, ഒരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിൽ പോയേക്കാം. ഓക്കെ, സോ അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് ആൽഡോ. ആൽഡോയിൽ ഞാനും ഏട്ടനും വരുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ. ഇവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ദർ ഈസ് വൺ ഷെയ്ഡ് അവൻ എപ്പോൾ വന്നാലും എടുത്തിട്ട് വെച്ചിട്ട് അവിടെ തന്നെ തിരിച്ചു വെക്കും. അപ്പോൾ അത് ഞാൻ മേടിച്ചു. ഇനി അടുത്ത സ്റ്റോപ്പ് ആഡിഡാസ്. ഏട്ടനും അടുത്ത ഹുഡീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുമ്മാ ഹുഡീസ് നോക്കാൻ വേണ്ടി പോയതാട്ടോ. പക്ഷെ ഇന്ന് പോയപ്പോൾ അവിടെ വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലടോ. എന്ന് വെച്ചാൽ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തെ നൈക്കി പോയി. നൈക്കി പോയതും കയറിയതും അതുപോലെ തന്നെ തിരിച്ചിറങ്ങി. എനിക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെയും തൊട്ടപ്പുറത്തെ പ്യൂമേ പോയി. ഇവിടെ പിന്നെയും തമ്മിൽ വേദമായിരുന്നു കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിന് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ടീഷർട്ട് മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് ഫുഡ് കഴിക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഞങ്ങളൊരു ജ്യൂസിൽ ഒതുക്കി. ഈ മാങ്ങകളൊക്കെ ഇല്ലേ, ഞാൻ ആദ്യം കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചത്. പിന്നെ എടുത്തു പോയി നോക്കിയപ്പോഴാണ് അത് ഒറിജിനൽ എന്ന് മനസ്സിലായി. എന്തോരം വാങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തിയിട്ട് പിന്നെ പണിയായിരുന്നു ഗൈസ്. സോ ഗൈസ്, ഐ ഹാവ് റീച്ച്ഡ് ബാക്ക് ഹോം നൗ. ഭയങ്കര ചൂടാട്ടാ പുറത്ത്. തലവേദന എടുക്കുന്നു എനിക്ക്. ഈ ഓവനിലൊക്കെ വെച്ച് ചൂടാക്കൂലേ, ഏകദേശം അതുപോലത്തെ ഒക്കെ ഒരു ടൈപ്പ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. സോ ഐ ഷോ യു വാട്ട് ഐ ബോട്ട്. ആദ്യം പ്യൂമിന്ന് ഞാൻ മേടിച്ചത് ഒരു ടീഷർട്ടാണ്. ഞാൻ മുമ്പ് വീഡിയോയിൽ നേരത്തെ കാണിച്ചില്ലേ, ആ സെയിം ടീഷർട്ട് ഐ ബോട്ട് ദിസ്. ഇതിൻ്റെ ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ്. അപ്പോൾ ഏട്ടനിട്ട നല്ല ഭംഗി ഉണ്ടാകുന്ന കളറുമാണ്. ദിസ് ക്ലോത്ത് ഇസ് ഓൾസോ വെരി നൈസ്. സോ ഐ തോട്ട് ഹി ലൈക്ക് ഇറ്റ്. അവൻ ഇങ്ങനത്തെ നോർമലി ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ഈ ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചത്
ഐ ബോട്ട് ഹിം കൂളിംഗ് ഗ്ലാസ്. ഞങ്ങൾ ഇടയ്ക്കില്ലേ എൻ്റെ ഓഫീസിൽ നിന്ന് അവൻ എന്നെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങളുടെ ഓഫീസിന് താഴെ കുറേ ഹൈ എൻഡ് ബ്രാൻഡ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് വി യൂസ് ടു ഗോ ടു ഈച്ച് ഷോപ്പ്. എന്നിട്ട് അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെറുതെ ട്രൈ ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഏട്ടൻ നോർമലി ആൽഡോ പോകുമ്പോൾ ഹി ഓൾവേസ് ട്രൈസ് ഔട്ട് ദിസ് കൂളിംഗ് ഗ്ലാസ്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ പൊട്ടത്തിയുടെ പോലെ ഇരിക്കാം. എനിവേസ് ഏട്ടൻ ഇത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഐ വിൽ ഗിഫ്റ്റ് ഹിം ദിസ് ടു. അപ്പോൾ ഈ ഒരു ഗ്ലാസ് മേടിച്ചു, പിന്നെ ഈ ടീഷർട്ടും മേടിച്ചു കേട്ടോ. ആക്ച്വലി എൻ്റെ പ്ലാൻ ആഡിദാസിൽ പോയിട്ട് അവിടുത്തെ ഒരു ഹുഡി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹുഡി ഉണ്ട്, അത് മേടിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തിയപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായി പോയി ഗൈസ്. സോ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തിന് ഈ 2 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും പുറത്തു പോയില്ല, അപ്പോൾ ഞാൻ മേടിച്ചു ഡിന്നർ അങ്ങനത്തെ വല്ലതൊക്കെ പ്ലാൻ ചെയ്യാറ്. ഓക്കെ, സോ ആസ് ഓഫ് നൗ ഈ 2 സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ആ കേക്കും എന്തെങ്കിലും അലങ്കാര പണികളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോയിട്ട് നോക്കാം. സമയമില്ല, ഏട്ടനിപ്പോൾ വരും, 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോഴത്തേനും നമുക്ക് കേക്കും ഈ സാധനങ്ങളും പിന്നെ ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ട് സെറ്റാക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, പിന്നെ കേക്ക് എടുത്ത് അതുമ്പോൾ കുറച്ച് പണിയാന്ന് വെച്ച് നിന്നപ്പോഴത്തേനും ഏട്ടൻ വിളിച്ചു. അവൻ എത്താനായി, പെട്ടെന്ന് ഡ്രസ്സാക്കി നിൽക്കാൻ പറഞ്ഞു പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കധികം സമയമൊന്നും കിട്ടിയില്ല ഗൈസ്. ഞാൻ പെട്ടെന്ന് കേക്ക് എടുത്ത് വെച്ച് 2-3 ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചു, കുറച്ച് ഫ്ലവേഴ്സ് എടുത്ത് വെച്ചു, ഗിഫ്റ്റ് കൊടുത്ത് വെച്ചു, അത്രേ ചെയ്തുള്ളൂ. അപ്പോഴത്തേനും അവൻ എത്തും ചെയ്തു. ഇന്ന് വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് പോസ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന്. എനിവേസ് അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെ കുളമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്കും കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ഫ്ലഫി പോലത്തെ നല്ല മോയിസ്റ്റ് കേക്കായിരുന്നു. സോ ഫസ്റ്റ് ടൈം ആണെങ്കിലും സംഭവം സക്സസ് ആയിട്ടാണ്. പിന്നെ ഈ ഗിഫ്റ്റ് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഐ ഹാഡ് ആക്ച്വലി ബോട്ട് എ പെർഫ്യൂം ഫോർ ഹിം. ഇത് അറേബ്യൻ ന്യൂസിൽ അവിടെ ഓഫർ നടത്തുന്ന സമയത്ത് ഞാൻ മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ ആദ്യത്തെ പ്ലാൻ ഫുഡ് അടിക്കാൻ പോകണം. ഫുഡ് മുഖ്യം ബിഗിലെ. അപ്പോൾ ആദ്യം ഞങ്ങൾ ദീപുട്ടിലാട്ടോ പോയത്. ഇതിവിടെ റീസെൻ്റ്ലി ഇനാഗ്രേഷൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും പോയിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെനു നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം ഐറ്റംസ് ഒക്കെ തന്നെയാട്ടോ ഇവിടെയും കിട്ടുന്നത്. ഇവിടെ ബാക്കിൽ പ്ലേ ചെയ്യുന്ന വീഡിയോസ് കണ്ടോ, ഇത് ഇവിടുത്തെ ഇനാഗ്രേഷൻ ഡേയുടെ വീഡിയോസൊക്കെ ആട്ടോ. ഇത് ഇവരിങ്ങനെ സ്ക്രീനിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവർ 2 സുലൈമാനി കൊണ്ടുവന്നു തന്നു. ഇവിടെ സുലൈമാനി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും കേട്ടോ. നൗ കമ്മിങ് ടു ദ ഫുഡ്, ഞാൻ ഓർഡർ ചെയ്തത് ഈ ചിക്കൻ പുട്ട് വിത്ത് ചിക്കൻ കറി കോംബോ ആയിരുന്നു. ഏട്ടൻ ഓർഡർ ചെയ്തത് പുട്ട് വിത്ത് ചിക്കൻ ഫ്രൈ ആൻഡ് ചിക്കൻ ഗ്രേവി, അങ്ങനെ എന്തോ ആണ് ഇവൻ ഓർഡർ ചെയ്തത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ പുട്ടും ചിക്കൻ കറി ആട്ടോ. എനിക്ക് എപ്പോഴും പുട്ടിൻ്റെ ഒപ്പം ഗ്രേവി വേണം, അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത സ്പോട്ട് സെൻറ്റർ പോയിന്റ്. ഏട്ടൻ എനിക്ക് ഇവിടുന്ന് ഒരു ചെരുപ്പ് വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് മെയിൻലി ഓഫീസിലേക്ക് ഇടാൻ നല്ലൊരു ഫോർമൽ വെയർ ആയിരുന്നു വേണ്ടത്. പിന്നെ കുറച്ച് തപ്പിയപ്പോഴത്തേനും ഒരെണ്ണം കിട്ടി. അപ്പോൾ ഞങ്ങളിത് മേടിക്കാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനെ കാണുന്നില്ല. ഇവന് ഈ വൈറ്റ് ഷർട്ടും ഈ ബേജ് കളർ അല്ലെങ്കിൽ ക്രീം കളർ പാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ നാളായി അവൻ ഇങ്ങനത്തെ ഒരെണ്ണം നോക്കി നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും വാങ്ങിക്കൊടുക്കാമെന്ന്. എന്നിട്ട് അതും വാങ്ങിക്കൊടുത്തു. ഏട്ടൻ എനിക്ക് ഈ ചെരുപ്പും വാങ്ങി തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ജിദ്ദ പാർക്ക് മാളിലേക്ക് കേട്ടോ വന്നത്. ഇവിടെ ഞങ്ങൾ ARMന് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ എന്തായാലും പോയിട്ട് കാണുമെന്ന് വിചാരിച്ച സിനിമയാണ് കേട്ടോ. 9:30യുടെ ഷോ ആണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഈ സിനിമയ്ക്ക് ഇത്രയും നേരത്തെ എത്തിയിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഞങ്ങൾ കയറിയപ്പോൾ ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഫിലിം തുടങ്ങിയപ്പോഴത്തേനും ഫുള്ള് ഫില്ലായിട്ടോ. അടിപൊളി സിനിമയായിരുന്നു ഗേസ്. എന്തായാലും ഈ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയില്ലേ, കുറേ നാൾ കഴിഞ്ഞ മലയാളത്തിൽ ഇത്രയും നല്ലൊരു സിനിമ ആണ്. ഈ വിഷ്വൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ഇത് കണ്ടപ്പോൾ എനിക്ക് ടോവിനോട് അത്യാവശ്യം നല്ല റെസ്പെക്റ്റ് ഒക്കെ തോന്നിയിട്ടാ. ഹി ഹാസ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഫോർ ദിസ് മൂവി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു 12:30 ആകുമ്പോഴത്തേനും മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഈ നേരത്തും ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. ഈ അറബികളൊക്കെ ഈ നേരത്തെ പുറത്തേക്ക് ഇറങ്ങുന്നേ തോന്നുന്നു. ഫുൾ പിള്ളേരാണ്. പിന്നെ ഞങ്ങൾ നേരെ അടുത്ത വേറെ പ്ലാൻസ് ഒന്നുമില്ല, നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. എൻഡ് ഓഫ് ദ ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബൈ.